സുനിൽ, ഇനിയിപ്പോ പുഴയിലേക്ക് പോയെന്ന് വെച്ചാൽ തന്നെയും 10-50-ലധികം മരത്തടികൾ അതിനകത്തുണ്ട്. ഏതെങ്കിലും ഒരു മരത്തടിയെങ്കിലും പൊങ്ങി വരാതിരിക്കില്ല. ആ ലോറിയുടെ എന്തെങ്കിലും പാർട്സുകൾ മുകളിലേക്ക് വരാതിരിക്കില്ല. ഇപ്പോൾ അന്ന് അപകടം ഉണ്ടായതിനു ശേഷം പലരുടെയും മൃതദേഹം കിട്ടിയത് ഈ പുഴയുടെ തന്നെ താഴെ ഭാഗത്തു നിന്നൊക്കെയാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ 7 ദിവസം പിന്നിടുമ്പോഴും ആ ലോറിയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ അവിടെ ഈ പുഴയിലും മൺകൂന കൂടി നിൽപ്പുണ്ടെന്ന് പറയുന്നു. ഈ മൺകൂന, പുഴയിലെ മൺകൂന മാറ്റി നീക്കുന്നത് ഒരു സാധ്യതയായി കാണുന്നുണ്ടോ? അത്തരം നടപടികൾ എന്തെങ്കിലും അവരുടെ ആലോചനയിലുണ്ടോ? അതായത് അക്കേഷ്യ മരത്തടികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പുഴയിൽ പൊങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഈ വിദഗ്ധരായ ആളുകൾ പറയുന്നത്. മാത്രമല്ല സൈഫു, അതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഈ ഏതാണ്ട് 20 അടിയിൽ അധികം ആഴമുള്ള വലിയ പുഴയാണ് ഈ ഗംഗാവലി എന്ന് പറയുന്ന പുഴ. അത് അതിശക്തമായി ഇപ്പോൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാലവർഷത്തെ തുടർന്ന്. ആ പുഴയുടെ മുകൾ ഭാഗത്ത് വരെ കാണത്തക്ക രീതിയിൽ മൺകൂനകൾ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഈ ഇടിഞ്ഞു വീണ മണ്ണ് ഏതാണ്ട് പുഴയ്ക്കും മുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അത്ര ഉയരത്തിൽ, ഒരു 10-25 അടി ഉയരത്തിൽ ആ മണ്ണ് ഇതിനകത്ത് പുതഞ്ഞു കിടപ്പുണ്ട് ആ പുഴയ്ക്കുള്ളിൽ. സ്വാഭാവികമായും അതിനുള്ളിലോ മറ്റോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അത്തരത്തിലല്ല പറയുന്നത്, ഒരു സാധ്യത, അത്തരമൊരു അപകട സാധ്യത മാത്രമാണ് പറയുന്നത്. അങ്ങനെയെങ്ങാനും ട്രക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ റവന്യൂ മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയെങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു പക്ഷേ അസാധ്യമായ കാര്യമാണ്. കാരണം ആ പുഴയിൽ ഇപ്പോൾ ഈ കുത്തി ഒഴുക്കുന്ന പുഴയിൽ ഇത്രയും അടി ഉയരത്തിലുള്ള വെള്ളം മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമായ ചില വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഈ റഡാർ ഉപയോഗിച്ച് പുഴയിൽ പരിശോധന നടത്താൻ കഴിയില്ല, വെള്ളത്തിൽ പരിശോധന സാധ്യമല്ല. മാത്രമല്ല സ്കൂബ സംഘത്തിനും നാവികസേനയുടെ സ്കൂബ സംഘത്തിനും ചില പരിമിതികളുണ്ട്. കാരണം അത് ഇതിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കുക, അത് കലങ്ങി മറിഞ്ഞ് അതിശക്തമായി കുത്തി ഒഴുകുന്ന പുഴയാണ്. ആ പുഴയുടെ ഉപരിതലത്തിലുള്ള പരിശോധന മാത്രമേ നിലവിൽ നാവികസേനയെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അതിനുള്ളിലേക്ക് ഇറങ്ങി ആഴത്തിലുള്ള പരിശോധന അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അത്തരം ഒരു പ്രായോഗിക വിഷയമുണ്ട്. ഇനിയുള്ള മറ്റൊരു സാധ്യത, അതായത് രാവിലെ അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞ ഒരു സംശയമാണ്. അതായത് ഈ പുഴയുടെ കരയോട് ചേർന്ന്, അതായത് റോഡിനും പുഴയ്ക്കും ഇടയിലായി കരയോട് ചേർന്ന് വലിയ തോതിൽ മണ്ണിങ്ങനെ വീണ് കിടപ്പുണ്ട്. ആ മണ്ണിനടിയിലെങ്ങാനും ലോറി പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 3 സംഘങ്ങളായി തെരഞ്ഞുകൊണ്ട് അതിൽ കരസേനയുടെ 60-അംഗ സംഘം ഇപ്പോൾ ചെയ്യുന്നത് ഈ റോഡിന് സൈഡിൽ വീണ് കിടക്കുന്ന മണ്ണിനകത്ത് JCBയുടെ കൈകൾ ഉപയോഗിച്ച് കുഴിച്ചു നോക്കിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതങ്ങനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. മറ്റേ ഞാൻ ഈ പറഞ്ഞ റോഡിനോട് ചേർന്ന്, റോഡിൻ്റെ ഇടതുഭാഗത്തായുള്ള കിടക്കുന്ന മൺകൂന, ആ മൺകൂനയിലുള്ള പരിശോധന നടത്തുന്നത് ദുരന്ത നിവാരണ സേനയും അതുപോലെ ഈ രക്ഷാദൗത്യം NGOs അടങ്ങുന്ന ഒരു രക്ഷാദൗത്യ സംഘമുണ്ട്. അവരും ഒക്കെ ചേർന്നിട്ടാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഒപ്പം നാവികസേനയുടെ പരിശോധന നടക്കുന്നുണ്ട്. അതിനൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് ഇതിനിടയിൽ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ റോഡ് തുറന്നു കൊടുത്തിട്ട് പോലും ഇതിലെ വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രതിഷേധം ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാതയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം 5-6 ദിവസങ്ങളായി ഇവിടെ നിരവധി ട്രക്കുകൾ, ഏതാണ്ട് ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 500ഓളം ട്രക്കുകൾ ഇവിടെ ഈ റോഡരികിൽ ഇങ്ങനെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ, ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് പലയിടങ്ങളിൽ നിന്ന് വന്ന് പല സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകേണ്ട ട്രക്കുകളാണ്. അവരുടെ ഡ്രൈവർമാരടക്കമുള്ളവർ ഇവിടെ കുടുക്കാൻ തുടങ്ങിയിട്ട് 6-7 ദിവസങ്ങളായി. അവർക്ക് ഭക്ഷണം പോലും ചില സന്നദ്ധ സംഘടനകളൊക്കെയാണ് കൊടുക്കുന്നത്. അത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു മലയാളിയായ ഒരാളുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ പൂനെയിൽ നിന്നാണ് വരുന്നത്. എന്തുമായിട്ടാണ് വന്നേ? പൺസാര ലോഡ് 16 കിലോ വണ്ടിയാണ്. ഈ പൺസാര ഈ മഴയത്തിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇതുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ലോഡ് എടുക്കത്തില്ല, നമുക്കിട്ട് വാടക കിട്ടത്തുമില്ല. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് കായംകുളം, കേരളത്തിലെ കായംകുളം എന്ന സ്ഥലത്ത്, ആലപ്പുഴ ജില്ലയില്. ഇപ്പം എത്ര ദിവസമായി ഞങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 5-ാമത്തെ ദിവസമാണ്. ഇപ്പം ഇത് വേറൊരു വണ്ടി ഇത് പാഴ്സൽ ലോഡുമായിട്ട് വന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കിടക്കുന്ന വണ്ടികളുണ്ട്. മെഡിക്കൽ ഓക്സിജനുമായിട്ടുള്ള വണ്ടികളുണ്ട്, ഗ്യാസുമായിട്ട് വന്ന വണ്ടികളുണ്ട്, അരിയായിട്ട് വന്ന വണ്ടികളുണ്ട്, ആന്ധ്രയിൽ നിന്ന് വന്നത്, പിന്നെ പാലുമായിട്ട് വന്ന വണ്ടിയുണ്ട്, പിന്നെ മിലിറ്ററിയുടെ സാധനങ്ങളുമായിട്ട് വന്ന വണ്ടികളുണ്ട്. ഇതെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇതിനപ്പുറത്തോട്ടൊരു പാലമാണ്, അങ്കോള പാലം എന്ന് പറയുന്നത്. ആ പാലത്തിൻ്റെ അടിയിലാണ് ഇഷ്ടം പോലെ വണ്ടികൾ, 500 വണ്ടികളോളം അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കിടപ്പുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു സൈഡിലെ റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവർ, 2 ദിവസമായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ തെരച്ചിൽ നടന്നിട്ട് രാത്രി കാലങ്ങളിൽ ഇവർ തെരച്ചിൽ നടത്തുന്നില്ല. ഈ സമയത്തെങ്കിലും ഒരു 10-20 വണ്ടി വെച്ചെങ്കിലും കടത്തി വിടാൻ ഇവർ തയ്യാറായിരുന്നെങ്കിൽ എത്രയോ വണ്ടികൾ ഈ ബ്ലോക്കില്ലാതെ പോയിരുന്നു. എത്രയോ ആൾക്കാർ ഈ കഷ്ടപ്പെടാതെ, നിത്യോപയോഗ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് മൊത്തം.
അവരിതൊന്നും നിങ്ങൾ എവിടെ ലോഡ് കൊണ്ടുവരുന്നത്? ഞാൻ ഗുജറാത്തിൽ നിന്ന്. എവിടത്തേക്കാണ് പോകേണ്ടത്? ഇത് മംഗലാപുരം കോഴിക്കോട്. മംഗലാപുരത്ത് ഒരു ലോഡ് ഇറക്കാനുണ്ട്. മംഗലാപുരം ഇറക്കിയിട്ട് കോഴിക്കോടേക്ക് പോകണം. നിങ്ങളുടെ ഭക്ഷണമൊക്കെ ഇപ്പൊ എങ്ങനെയാ? ഭക്ഷണം ഇങ്ങനെ ഒന്നും മര്യാദ കിട്ടുന്നില്ല. ഗ്യാസ് തീർന്നു. ഞങ്ങൾ വണ്ടി ചെയ്യാനുള്ള മാർഗം പോലും ഇപ്പൊ അവർക്കില്ല. ഇപ്പൊ ഇവർ കൊണ്ട് ഒരു നേരം ഫുഡ് കൊണ്ട് തരുന്നുണ്ട്. ആ ഒരു ഫുഡ് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ പിടിച്ച് നിൽക്കുന്നത്. ഇപ്പം ഇച്ചിരി ഒരു വണ്ടിയിലെ ആൾക്കാരെ, എൻ്റെ വണ്ടിയിലെ ആളാണ് അത്. ഈ ഒരു നേരത്തെ ഫുഡ് കൊണ്ടാണ് ഒരു ദിവസം ഒരു നേരത്തെ ഫുഡ് അവർ കൊണ്ട് തരുന്നുണ്ട് ഉച്ചയ്ക്കുള്ളത്. ബാക്കി രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വൈകിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. അവിടെ പോയി എന്തെങ്കിലും ബ്രെഡോ ബന്നോ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓക്കെ, പകൽ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് നടക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. അത് നടക്കുന്നതോടൊപ്പം തന്നെ രാത്രി കാലങ്ങൾ 8 മണിയാകുമ്പോഴേ അവർ ഈ പരിപാടി നിർത്തിവെക്കുന്നുണ്ട്. ആ സമയത്തെങ്കിലും പോലീസുകാർ നിന്നിട്ട് ഇപ്പോൾ ഒരു 20 വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് വിടുക, അവിടുന്ന് ഒരു 20 വണ്ടി വിടുക. സമാധാനമായിട്ട് ഒരു ദിവസം ഒരു 100 വണ്ടി കടത്തി വിട്ട് കഴിഞ്ഞാൽ എത്രയോ വണ്ടികൾ പോകേണ്ടടുത്ത് പോയി ചെല്ലാൻ പറ്റും. ഇപ്പം തന്നെ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ വണ്ടികളെല്ലാം കൂടെ ഒന്നിച്ച് കേരളത്തിലോട്ട് ഇപ്പോൾ ചെല്ലും. കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ, എന്ത് ബ്ലോക്കായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, തീർച്ചയായും അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ഇതിനൊപ്പമുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്ത് വേണം പോകാൻ സൈഫു. കാരണം 500-ലധികം വണ്ടികൾ ഇത്തരത്തിൽ ദേശീയപാതയുടെ വശങ്ങളിലായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 5, 6, 7 ദിവസങ്ങളായി കിടക്കുന്ന വാഹനങ്ങളുണ്ട്. അവർക്ക് കടന്നു പോകാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം റോഡ് ഓൾറെഡി ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ രാത്രിയിലെങ്കിലും വാഹനം കടത്തിവിടണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരികെ വരാം. അതായത് റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, റോഡ് മാത്രമാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത് 90% മണ്ണ് എടുത്തു മാറ്റിയെന്ന് പറയുന്നത് ഈ റോഡിലെ മണ്ണാണ്. അതായത് റോഡ് ഇപ്പോൾ 2 വശങ്ങളും ഏതാണ്ട് ക്ലിയർ ചെയ്ത അവസ്ഥയിലാണുള്ളത്. വലിയ തോതിൽ ചെളി കുത്തി ഒഴുകുന്നുണ്ട്. അതൊഴിച്ചാൽ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്തു. പക്ഷേ ഇനിയുള്ളത് ഇതിൻ്റെ 2 വശങ്ങളിലായിട്ടുള്ള മണ്ണ് നീക്കുക എന്നുള്ളതാണ്. ആ മണ്ണ് നീക്കിയാൽ എന്തെങ്കിലും തരത്തിൽ ഈ വാഹനം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതിനു വേണ്ടിയുള്ള അവസാന ഘട്ട തെരച്ചിലുകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മാത്രമല്ല, തീർച്ചയായും സുനിലേക്ക് ഞാൻ വരാം. നമുക്ക് കുടുംബത്തിന്റെ ഏറ്റവും പുതിയ പ്രതികരണങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട്.